കേരളത്തെ നടുക്കിയ നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്കുള്ള ശിക്ഷാവിധി ഇന്നറിയാം. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. ചെന്താമര കുറ്റക്കാരനെന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. തന്നെ തൂക്കിക്കൊന്നോളൂ എന്നാണ് കോടതിയോട് ചെന്താമര കഴിഞ്ഞ ദിവസം പറഞ്ഞത്. വധശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റമെന്ന് ചെന്താമരയോട് സൂചിപ്പിച്ച കോടതിയോട് നേരിട്ട് ചെന്താമര പറയുകയാണ്, വേണമെങ്കിൽ തൂക്കിക്കൊന്നോളൂ എന്നുള്ള ഒരു വെല്ലുവിളി. നിങ്ങളുമായി അരുൺ ആലത്തൂർ ചേർന്നു. അരുൺ, ഒരു പ്രതി നേരിട്ട് കോടതിയിൽ പറയുകയാണ് തന്നെ തൂക്കിക്കൊന്നോളൂ എന്ന് ജഡ്ജിയുടെ മുഖത്ത് നോക്കി പറയുകയാണ്. ആ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയ ആ ഒരു ദിവസമായിരുന്നു ആ പ്രഖ്യാപനം, ആ വെല്ലുവിളി. എന്തായാലും അങ്ങനെ വെല്ലുവിളിച്ച ആ കൊടും കുറ്റവാളിക്ക് എന്ത് ശിക്ഷ ലഭിക്കുമെന്ന് ഉള്ള വളരെ സുപ്രധാനമായ കോടതി വിധി ഇന്ന് വരും. എത്ര മണിക്കാണ് കോടതി ചേരുക? അല്ലെങ്കിൽ ഈ ഉത്തരവ് ഏത് സമയം നമുക്ക് അറിയാൻ കഴിയും? അരുൺ ആലത്തൂർ. വിനോദ, ഇന്ന് രാവിലെ ഒരു 11 മണിയോടുകൂടെ ആയിരിക്കും കോടതിയിൽ നടപടികൾ ആരംഭിക്കുക. അതിനുശേഷം എത്രാമതായിരിക്കും കോടതി കേസ് എടുക്കുക എന്നുള്ളത് അറിയേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം, അതായത് ഈ ചെന്താമര കുറ്റക്കാരനാണെന്ന് വിധിച്ച ദിവസം രണ്ടാമതായിട്ടായിരുന്നു ഈ കേസ് എടുത്തിരുന്നത്. ഇന്നും അത്തരത്തിൽ തന്നെയാണ് ഈ കേസ് എടുക്കുന്നതെങ്കിൽ കേസ് എടുത്തതിന് ശേഷം കഴിഞ്ഞ ദിവസം കുറ്റക്കാരനാണെന്നുള്ള വിധിയിന്മേലുള്ള പ്രോസിക്യൂഷൻ്റെയും അതുപോലെ തന്നെ പ്രതിഭാഗത്തിൻ്റെയൊക്കെ വാദങ്ങൾ ഉണ്ടാവും. അതിനുശേഷമായിരിക്കും പിന്നീട് വിധി പ്രസ്താവം ഉണ്ടാവുക. ഇന്ന് തന്നെ വിധി പ്രസ്താവം ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. ചിലപ്പോൾ ഈ വിധി പ്രസ്താവം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാനുള്ള സാധ്യതയുണ്ട്. ചില കോടതികളിൽ അങ്ങനെയും ചെയ്യാറുണ്ട്. ഏതായാലും നേരത്തെ ഈ ചെന്താമര തന്നെ 2019 കൊലപ്പെടുത്തിയ സജിത വധക്കേസിൽ ആദ്യം ചെന്താമര കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും അതിനുശേഷം മറ്റൊരു ദിവസം, അതായത് പിന്നൊരു ദിവസം ഈ വിധിയിന്മേൽ വാദങ്ങൾ കേൾക്കുകയും പിന്നീട് വിധി പ്രസ്താവം അന്നത്തെ ദിവസം തന്നെ നടത്തുകയായിരുന്നു ചെയ്തത്. ഇതേ കോടതിയിൽ തന്നെയായിരുന്നു, ഇതേ ജഡ്ജി കെന്നത്ത് ജോർജ് തന്നെയായിരുന്നു അന്ന് ആ കേസിൽ ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ഉൾപ്പെടെ ശിക്ഷ വിധിച്ചത്. ഏതായാലും ഈ ഇരട്ട കൊലപാതകത്തിൽ അന്നത്തെ ആ സജിത വധക്കേസിന് ശേഷം പരോളിൽ ഇറങ്ങി 2025 ജനുവരി 27-ാം തീയതി നടത്തിയിട്ടുള്ള ഇരട്ട കൊലപാതകത്തിൽ എന്ത് വിധിയായിരിക്കും ചെന്താമരയ്ക്ക് കോടതി വിധിക്കുക എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ചെന്താമര കുറ്റക്കാരനാണെന്ന് വിധിച്ച ദിവസം കോടതിയെ വെല്ലുവിളിക്കുകയും കോടതിയെ പരിഹസിക്കുകയും ഒക്കെ ആയിരുന്നു ചെന്താമര ചെയ്തത്. കോടതി മുറിയിൽ കോടതി പറഞ്ഞിരുന്നു, വധശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റമാണ് താങ്കൾ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ വേണമെങ്കിൽ തന്നെ തൂക്കിക്കൊന്നോളൂ എന്ന തരത്തിലുള്ള ഒരു വെല്ലുവിളിയായിരുന്നു ചെന്താമര ഉയർത്തിയിരുന്നത്. മാത്രമല്ല, ഇനിയും പുറത്തിറങ്ങിയാൽ ആരെങ്കിലും കൊല്ലുമോ എന്ന് ചോദിച്ചപ്പോൾ തൻ്റെ ഒരു അവസ്ഥ അത് നിങ്ങൾക്ക് വന്നാലേ മനസ്സിലാവുള്ളൂ. ഒരു കവിളത്തടിച്ചാൽ മറു കവിള് കാണിച്ചു കൊടുക്കാൻ താൻ ഗാന്ധിജിയൊന്നുമല്ല, തനിക്ക് നേരെ ആരെങ്കിലും വന്നാൽ അവരെ വകവരുത്തും എന്നൊക്കെ തരത്തിലുള്ള പരിഹാസവും അതുപോലെ വെല്ലുവിളിയുമായിരുന്നു കോടതിയിൽ ചെന്താമര നടത്തിയത്. ഏതെങ്കിലും തരത്തിൽ പ്രതിക്ക് മാനസിക പ്രശ്നമുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് യാതൊരു മാനസിക പ്രശ്നവുമില്ല എന്നുള്ള റിപ്പോർട്ടാണ് ജില്ലാ സൈക്കോളജിസ്റ്റ് നൽകിയത് എന്ന് കോടതി പറഞ്ഞപ്പോൾ തനിക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് ആരാണ് പറഞ്ഞത് എന്ന തരത്തിലും ചെന്താമര കോടതിയോട് തിരിച്ച് ചോദിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും കൊല്ലപ്പെട്ട സുധാകരൻ്റെ അതുപോലെ തന്നെ സജിതയുടെയും മക്കൾ കോടതി മുറിയിൽ ഇരിക്കുമ്പോൾ അവരുടെ മുന്നിൽ വെച്ചായിരുന്നു ചെന്താമര ഇത്തരത്തിലുള്ള പ്രതികരണമൊക്കെ നടത്തിയത്. അതിനുശേഷം ഈ ശിക്ഷാവിധി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ വിധി പുറപ്പെടുവിച്ചതിന് ശേഷം പുറത്തേക്ക് വന്നപ്പോൾ ആ സുധാകരൻ്റെ മക്കൾ ഉൾപ്പെടെ പ്രതികരിച്ചത്, കോടതി മുറിയിൽ കോടതിയോട് തന്നെ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു വ്യക്തി ഇനിയും ഏതെങ്കിലും തരത്തിൽ ശിക്ഷയിൽ ഇളവ് ലഭിച്ചാൽ അല്ലെങ്കിൽ ജാമ്യം ലഭിച്ചാൽ തങ്ങളെയൊക്കെ കൊലപ്പെടുത്തുമോ എന്നുള്ള ആശങ്കയും പേടിയും തങ്ങൾക്കുണ്ട്. കോടതി മുറിയിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമൊക്കെ തങ്ങളെ പേടിപ്പെടുത്തുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണം, തൂക്കുകയർ നൽകണം എന്നുള്ളതാണ് ഈ സുധാകരൻ്റെ മക്കൾ ആവശ്യപ്പെട്ടത്. പ്രോസിക്യൂഷനും സമാനമായ രീതിയിൽ തന്നെയാണ് ഡെഡ് പണിഷ്മെന്റ് തന്നെ ചെന്താമരയ്ക്ക് നൽകണം എന്നുള്ളതാണ് ഈ ഒരു പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായത്. ഏതായാലും കോടതി കഴിഞ്ഞ ദിവസം വധശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റമാണ് താങ്കൾ ചെയ്തിരിക്കുന്നത് കുറ്റമാണ് എന്നുള്ളത് വാക്കാലുള്ള പരാമർശം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. ആ ഘട്ടത്തിലും ഇയാൾ എന്താണ് പറഞ്ഞത്? എന്നെ തൂക്കിക്കൊന്നു. അതായത് പുറത്തിറങ്ങിയാൽ ഒരുപക്ഷെ ഞാൻ ഇനിയും ആളുകളെ കൊന്നേക്കാം എന്ന് അയാൾ തന്നെ ഈ ഒരു വെല്ലുവിളി ഉയർത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഒരു അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ്. അതുകൊണ്ട് തന്നെ തൂക്കിലേറ്റണം എന്നുള്ള ആവശ്യം ഉയർന്നത്. എന്തായാലും സുധാകരന്റെ മക്കളായിക്കോട്ടെ പ്രോസിക്യൂഷൻ ആയിക്കോട്ടെ ഈ ഒരു ആവശ്യം തന്നെയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. മാത്രമല്ല രാഖി, വളരെ നല്ലൊരു പേരാണ് ചെന്താമര എന്നുള്ളൊരു പേര്. ആ പേരിൻ്റെ സൗന്ദര്യത്തെ പോലും നഷ്ടപ്പെടുത്തുന്ന നിലയിലുള്ള ഒരു വെല്ലുവിളിയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ക്രിമിനൽ സ്വഭാവവും ഒരു സൈക്കോ രീതിയിലുള്ള ഒരു ക്രിമിനലിനെയാണ് നമുക്ക് ഈ അതെ അതെ. അതോടൊപ്പം തന്നെ സൈക്കോളജിസ്റ്റ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇയാൾക്ക് യാതൊരു മാനസിക പ്രശ്നവും ഇല്ല. അതായത്
കൊടും കുറ്റവാളി, അങ്ങനെ ഒരു കുറ്റവാളിയെ ഇനി പുറത്തിറക്കിയാൽ അത് വല്ലാതെ ദോഷം ചെയ്യും. കാരണം നമുക്കറിയാം, നേരത്തെ ആദ്യം ഒരു കൊലപാതകം നടത്തുന്നു, ഇയാൾ അകത്താകുന്നു, പിന്നീട് പരോളിൽ ഇറങ്ങുന്നു. ആ പരോൾ ഘട്ടത്തിലാണ് 2 അതിക്രൂരമായ കൊലപാതകങ്ങൾ ഇയാൾ നടപ്പിലാക്കിയത്. ആ സമയത്ത് നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്ക്, നിയമ സംവിധാനങ്ങൾക്ക് പോലും ആ കൊലപാതകങ്ങൾ തടയാൻ സാധിച്ചില്ല. ആ ഒരു ജാഗ്രത പോലും പുലർത്താൻ കഴിയാതെ 2 പേരുടെ മരണങ്ങൾക്ക് കാരണമായ ചെന്താമര ഇനിയും പുറത്തിറക്കിയാൽ, അല്ലേ, ഒരു പരോൾ പോലും അർഹിക്കുന്നില്ല എന്നുള്ളതാണ് അയാൾ ചെയ്ത കൊടും. ഇന്ന് ഇക്കാര്യത്തിൽ കൃത്യമായി കോടതിയുടെ ഒരു ശിക്ഷാവിധി ഉണ്ടാകും. 11 മണിയോടുകൂടി ശിക്ഷ എന്തെന്ന് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും.